പാതി വഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചു. കുഴൂർ പഞ്ചായത്തിലെ കാക്കുളിശ്ശേരിയിൽ 2012 രാജ്യസഭാ MP ആയിരുന്ന ഡോക്ടർ കപില വാത്സ്യായന്റെ വികസന ഫണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ചു തുടങ്ങിയ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. പാടശേഖരത്തിന്റെ ഭാഗമായ കുളത്തിൽ നിന്ന് 50 HP മോട്ടോർ ഉപയോഗിച്ച് പമ്പിംഗ് നടത്തി ജലസേചനം ഒരുക്കാനാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി ഇല്ലാതെയായിരുന്നു പ്രവൃത്തി നടന്നത്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകി പദ്ധതിക്ക് വേണ്ടി പുരയിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. കരിങ്ങാട്ടുചാലിൽ നിന്ന് കുളത്തിലേക്ക് സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ ചെളി നിറഞ്ഞ് അടഞ്ഞുപോയതാണ് തുടക്കത്തിലെ പദ്ധതി പാളിയത്. ഒരടി വ്യാസമുള്ള 2 പൈപ്പുകളാണ് ഇതിനായി പാടശേഖരത്തിലൂടെ സ്ഥാപിച്ചിരുന്നത്. ഈ പൈപ്പുകൾ അടഞ്ഞത് കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള വഴി അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കരിങ്ങാട്ടുചാലിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാൽ നിർമ്മിച്ച് പമ്പിംഗ് സാധ്യമാക്കുന്ന നിലയിലേക്ക് പദ്ധതിയെ ഒരുക്കിയിട്ടുമുണ്ട്. ചാലിൽ നിന്ന് 200 മീറ്ററിലധികം ദൂരമാണ് കുളത്തിലേക്കുള്ളത്. ബെന്നി ബെഹനാൻ MP വികസന ഫണ്ടിൽ നിന്ന് 27 ലക്ഷവും കുഴൂർ പഞ്ചായത്തിന് 12.5 ലക്ഷവും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷവും VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള 2 ലക്ഷവും ഉപയോഗിച്ചാണ് പദ്ധതി വീണ്ടും ആരംഭിച്ചത്. പ്രളയത്തിൽ മുങ്ങിപ്പോയ മോട്ടറും ഇലക്ട്രിക്കൽ സാധനങ്ങളും ശരിയാക്കിയാണ് വീണ്ടും കൈമുക്ക് ജലസേചന പദ്ധതി പ്രാവർത്തികമാക്കിയതെന്നും കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും പദ്ധതി ഏറെ പ്രയോജനപ്പെടുമെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം MP ശ്രീ ബെന്നി ബെഹനാൻ അവരുടെ വികസന ഫണ്ടിൽ നിന്ന് നമുക്കൊരു 28 ലക്ഷം രൂപ അനുവദിക്കുകയും ഒപ്പം തന്നെ പഞ്ചായത്ത് 3 ഘട്ടങ്ങളിലായിട്ട് 23 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ തോട് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തി ഇവിടുത്തെ കർഷകർക്ക് ജലസേചനം നടത്തുന്നതിനുള്ള ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിലാണ് മോട്ടറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ 5 ലക്ഷം രൂപയും വെച്ചിട്ട് പൈപ്പിൻ്റെ എക്സ്റ്റൻഷൻ വരെ എത്തി ബാക്കിയുള്ളവർക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നേതൃത്വം ചെയ്യുന്നുണ്ട്. പ്രളയത്തിൽ മോട്ടോർ ഷെഡ് ഉൾപ്പെടെ പൂർണ്ണമായി മുങ്ങിയതിനാൽ ഉപയോഗശൂന്യമായിരുന്നു. പദ്ധതി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ നിന്നാണ് ജനപ്രതിനിധികളും കൈമുക്ക് ജലസേചന പദ്ധതിയുടെ ഗുണഭോക്തൃ സമിതിയും കൈകോർത്ത് പുതുജീവൻ നൽകിയത്. പമ്പിംഗ് നടത്തിയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച് തകരാറിലായ വാൽവുകളും പൈപ്പുകളും അറ്റകുറ്റപ്പണികൾ നടത്തി പ്രദേശത്തെ എല്ലാവർക്കും വെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടക്കുകയാണെന്ന് വാർഡംഗം ബ്രിൻസി ഷൈജൻ പറഞ്ഞു. ഗുണഭോക്തൃ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള.